അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ ബഷീർ സാഹിബ്, ഇവിടെ ആമുഖ സംസാരം നിർവഹിച്ച സുലൈമാൻ സാഹിബ്, ഈ മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, വേദിയിലുള്ള മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സെക്രട്ടറി ഹനീഫ ഓടക്കൽ, തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായ ഹൈദരലി സാഹിബ്, ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി റംഷാദ്, അതുപോലെ തന്നെ പെരുമ്പടപ്പ് വാർഡ് മെമ്പർ അക്ബർ സാഹിബ്, പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ സാഹിബ്, വേദിയിലുള്ള മറ്റു സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഈ സമയത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. ഇവിടെ ആമുഖ സംസാരത്തിൽ, അധ്യക്ഷ സംസാരത്തിലുമൊക്കെ ഈ മസ്ജിദ് തൗഹീദ് ഉയർന്നു വരാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചും ആദ്യമായി അതിനുവേണ്ടി ചിന്തിച്ചവരെക്കുറിച്ചും അധ്വാനിച്ചവരെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതിന് ആദ്യം ചിന്തിച്ച ഒരു ആളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം ആളുണ്ടായിരിക്കും. അവർ ചെയ്തത് മഹത്തായ ഒരു പുണ്യമാണ്. കാരണം ഏതൊരു കാര്യവും ആദ്യം അതിൻ്റെ പ്ലാൻ ഉണ്ടാകേണ്ടത് നമ്മുടെ മനസ്സിലാണ്. മനസ്സിൽ തീരുമാനമുണ്ടാകുമ്പോഴാണ് അത് പ്രവൃത്തിയായി പുറത്തേക്ക് വരിക. അപ്പം അങ്ങനെ ഈ ചിറവല്ലൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തൊരു പള്ളി ഉണ്ടാകണം എന്ന് തീരുമാനിച്ച, അതിനെക്കുറിച്ച് ചിന്തിച്ച ആ വ്യക്തികൾ ആരാകട്ടെ, അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആ ചിന്ത പ്രവർത്തനമായി മുന്നോട്ട് വന്നപ്പോൾ അതിനുവേണ്ടി ഭൂമിയാണ് ആദ്യം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഭൂമി ഇവിടെ കണ്ടെത്തുകയും അത് നൽകാൻ തയ്യാറാവുകയും അതിലേക്ക് തികയാത്തതിന് പിന്നീട് പണം കൊടുത്ത് സഹായിക്കുകയും വീണ്ടും പള്ളി യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ അതിൽ സന്തോഷം കൂടുതൽ വന്നുകൊണ്ട് ഇത് വളരണം, വികസിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് വീണ്ടും അതിന് ഭൂമി നൽകുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇവിടെ പറഞ്ഞു. അവർക്കൊക്കെ അള്ളാഹു അവരുടെ മീസാനിൽ അത് കനം തൂങ്ങുന്ന ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ സ്ഥലത്തിനും ഈ പള്ളി ഉണ്ടാക്കുന്നതിനും വേണ്ടി ഇവിടെയുള്ളവരും ഇതിൻ്റെ ചുറ്റുപാടുള്ളവരുമൊക്കെ, ഇവിടെ ഈ നാട് പരിചയമുള്ളവരും അല്ലാത്തവരുമെല്ലാം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, പണം ചെലവഴിച്ചിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അവർക്കെല്ലാവർക്കും അള്ളാഹു നാളെ പരലോകത്ത് അതവരുടെ ആ കിതാബിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ആമുഖ സംസാരത്തിൽ പറഞ്ഞ് ഞങ്ങൾ പള്ളിക്ക് സ്ഥലം എടുക്കുമ്പോൾ പള്ളി ഉണ്ടാക്കാൻ വേറെ പുറത്തുനിന്ന് എവിടുന്നെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കാശ് കിട്ടും എന്ന് ഞങ്ങൾ കരുതിയതാണ്. അങ്ങനെ കുറേ ശ്രമിച്ചു, പിന്നെ നടന്നില്ല. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, അതിനുവേണ്ടി ഞങ്ങൾ നാട്ടിൽ തന്നെ ശ്രമിച്ചു, അപ്പോൾ നടന്നു. ഞാൻ പറയുന്നത് ഇതാണ് നടക്കേണ്ടത്.
ആദ്യത്തേതല്ല നടക്കേണ്ടത്. ഇവിടെ എല്ലാവരോടും ഞാൻ പറയുന്നത് ആ ധാരണയൊക്കെ നമ്മൾ മാറ്റണം. ആരെങ്കിലും ഭൂമി വഖഫ് ചെയ്യുക, അതിന് എവിടെ നിന്നെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും അതിന് പണം തരിക, എന്നിട്ട് കോൺട്രാക്ടറെ ഏൽപ്പിക്കണ പണി മാത്രം നമുക്കാവാൻ പാടില്ല. നമുക്കുള്ള പണി എന്ന് പറയുന്നത് നമ്മൾ സുജൂദ് ചെയ്യുന്ന പള്ളി നമ്മുടേതാകണം. അതിൻ്റെ ഭൂമിയും അതിൻ്റെ കെട്ടിടവും അതിൻ്റെ സൗകര്യങ്ങളും എല്ലാം ഒരാൾക്ക് എടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എല്ലാവരും 10 രൂപയാണെങ്കിൽ പോലും നമ്മുടെ 10 രൂപ അതിലുണ്ടാവണം. ബഹുമാന്യനായ പറപ്പൂർ മൗലവി നേരത്തെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പള്ളി ഉണ്ടായത് പറഞ്ഞു, പ്രത്യേകിച്ച് മസ്ജിദുൻ നബവി ഉണ്ടായതിൻ്റെ ചരിത്രം പറഞ്ഞു. ഓരോരുത്തർ പറഞ്ഞു ഇവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഒട്ടകം മുട്ടുകുത്തുന്നിടത്ത് ഉണ്ടാക്കും. ആ മുട്ടുകുത്തിയെടുത്ത് അള്ളാഹിൻ്റെ റസൂൽ പിന്നെ അതിനുള്ള കാശ് കൊടുക്കുക ചെയ്തു. വെറുതെ തരാൻ ആളില്ലായിട്ടല്ല, ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ തരാൻ ആളില്ലായിട്ടല്ല, മറിച്ച് അത് ആ പിന്നെ പള്ളി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അത് കാശ് കൊടുത്ത് വാങ്ങിണ്ടാക്കണം എന്ന ഒരു തീരുമാനമാണത്. അതൊരു ചെറിയ വിഷയമല്ല. സാധാരണ ഈ പള്ളികൾക്കും അതുപോലെ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കലക്ഷൻ ഇറങ്ങുമ്പോൾ എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറയണത്, അപൂർവമായിട്ടെങ്കിലും ചില ആൾക്കാരെ മനസ്സിലുള്ളതാണെന്ത്, എല്ലാവരും എഴുതട്ടെ, എല്ലാവരും കൊടുക്കട്ടെ, എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വരും ഞാൻ തരാം. അങ്ങനെ തികഞ്ഞില്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു സംഭവമല്ല ഇത് ആദ്യം കൊടുക്കേണ്ട കാര്യമാണ്. കാരണം എന്താ പറയുക, തികഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? തികഞ്ഞാൽ പിന്നെ നമുക്ക് കൂലില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഏതൊരു സ്ഥാപനം നമ്മൾ ഉയർത്തുമ്പോഴും അതിലാരും കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് കൊടുക്കണം, അത് തികഞ്ഞോ തികലെന്നല്ല. നമുക്ക് നാളെ ഖബറിലും നാളെ പരലോകത്ത് നമ്മുടെ മീസാനിലും അമല് തികയണമെങ്കിൽ നമ്മൾ കൊടുത്താലേ തികയുള്ളൂ. ഇവിടെ പള്ളിക്ക് ആൾക്കാർ കൊടുത്തു എന്ന് വരും, മദ്രസിന് ആൾക്കാർ കൊടുത്തു എന്ന് വരും. പക്ഷെ അവനവൻ്റെ ഖബറിലേക്ക് ഒരു 3 കഷ്ണം തുണിയിൽ നമ്മളെ പൊതിഞ്ഞിറക്കി വെക്കുമ്പോൾ നമുക്ക് അമലുകൾ തികയണമെങ്കിൽ നമ്മൾ കൊടുത്തെങ്കിലേ പറ്റൂ. അത് ആ രീതിയിലായിരിക്കണം നമ്മുടെ മനസ്സ് വികസിക്കേണ്ടത്. എത്ര ചെറുതാകട്ടെ, എൻ്റെ ഒരു വിഹിതം ഞാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ റെസിപ്റ്റുമായി ഇറങ്ങുകയുള്ളൂ എന്ന് ഓരോ ആളുകളും തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ഇനി വിശുദ്ധ റമദാനാണ് വരുന്നത്. കുറേ റെസിപ്റ്റ് ബുക്കുകൾ നമ്മുടെ കയ്യിൽ വരാനുണ്ട്. നമ്മുടെ ജാമിയ അൽ ഹിന്ദിൻ്റെ കലക്ഷൻ വരാനുണ്ട്. ഈ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്താനുള്ള ഇതിൻ്റെ ദഅ്വ ഫണ്ട് കളക്ട് ചെയ്യാറുള്ളത് റമദാൻ മാസത്തിലാണ്. ഇതിൻ്റെയൊക്കെ കടലാസുകളും രേഖകളും ഒക്കെ നിങ്ങളെ കയ്യിലേക്ക് എത്തും. അപ്പോൾ ഉണ്ടാകേണ്ട മാനസികാവസ്ഥ ഇതാണ്. എല്ലാവരും കൊടുത്ത് തികയാത്തിടത്തേക്ക് തികക്കുന്ന ആളല്ല നമ്മൾ, മറിച്ച് ആര് കൊടുത്തില്ലെങ്കിലും എനിക്കിതിലൊരു പങ്കുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വരാൻ കഴിയണം എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹ്. മറ്റൊന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, ഈ പള്ളിയെക്കുറിച്ചും വഖഫിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ, വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്ത് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ നമ്മൾ പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി അഥവാ പുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഈ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ചുകൊണ്ട് പരിരക്ഷിക്കപ്പെടുമോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ അത് പരിരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു, രാജ്യസഭയിൽ അവതരിപ്പിച്ചു, അത് ടേബിൾ ചെയ്ത് കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി അതിന് പാർലമെൻറ്റ് കൂടി കടക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇതിന് വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വേണ്ടി വിട്ടു, JPCക്ക് വേണ്ടി വിട്ടു. എന്തിനാണ് JPCക്ക് വിടുന്നത്? അതിൽ എല്ലാവരുടെ കാര്യങ്ങളും കേട്ട് അതിലെന്തെങ്കിലും ഭേദഗതികൾ ഉണ്ടെങ്കിൽ അത് വരുത്തി ഒരു ജനാധിപത്യ സ്വഭാവത്തോടു കൂടി ആർക്കും അതിൽ ആക്ഷേപമില്ലാതെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് JPC എന്ന് പറയുന്ന സംവിധാനം. അതിന് സാധാരണ സ്വീകരിക്കാറുള്ളത് ഭരണകക്ഷിയുടെ നേരെ എതിർ കക്ഷിയായ പ്രതിപക്ഷത്തിൻ്റെ ഒരാളാണ് അതിൻ്റെ അധ്യക്ഷനായി വരാറുള്ളത്. അതെന്തിനാണ്? അത് നീതിപൂർവമായി നിഷ്പക്ഷമായിട്ടാണ് അതിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. എന്നാൽ അതുപോലും അട്ടിമറിക്കപ്പെട്ട ഭരണകക്ഷിയുടെ ആളുകൾ മാത്രമുള്ള, അവരുടെ ആളുകൾ മാത്രം അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള ഒരു കമ്മിറ്റിക്കാണ് JPCയിൽ പോലും അതിന് സംവിധാനം ഒരുക്കിയത്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിലാണ് അതിൻ്റെ ചർച്ച നടന്നത്.
ആ ചർച്ചയാകട്ടെ തികച്ചും ഏകപക്ഷീയമായിരുന്നു. 44 ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവരികയുണ്ടായി. ആ 44 ഭേദഗതിയെയും നിഷ്കരുണം തള്ളിക്കൊണ്ടാണ് അത് രാജ്യസഭ കടന്നിരിക്കുന്നത്. ഇനി അത് ലോക്സഭ കൂടി കടന്നാൽ നമ്മൾ വിചാരിക്കുകയാണെന്ത് എന്തോ ഒരു ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, വഖഫ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ തന്നെ കൊന്നുകളയുന്ന അങ്ങനെ ഒരു നിയമത്തിന്റെ ആനുകൂല്യം തന്നെ ഈ രാജ്യത്തിന്, പ്രത്യേകിച്ച് അതിന്റെ കക്ഷികളായ മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാത്ത വിധമാണ് അതിൻ്റെ അമെൻമെന്റുകൾ വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം. അതായത് ഇപ്പോൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായാൽ ആ തർക്കം പരിഹരിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്, അല്ലെങ്കിൽ വഖഫ് ബോർഡാണ്. എന്നാൽ ഇനി മുതൽ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ജില്ലാ കളക്ടറായിരിക്കുമെന്നതാണ്. ജില്ലാ കളക്ടർ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയാണ്. അതാത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള സിസ്റ്റവുമായും, പ്രത്യേകിച്ച് ഇവിടെയുള്ള സിസ്റ്റവുമായി കൊണ്ടാണ്, ഭരണകൂടവുമായി കൊണ്ടാണ് വഖഫ് പ്രോപ്പർട്ടികൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾ ഉണ്ടാവാറുള്ളത്. ആ വ്യവഹാരത്തിൽ വിധി പറയുവാൻ, തീരുമാനം പറയുവാൻ അതിൽ വേട്ട ഒരു കക്ഷി മുന്നോട്ട് വരുന്നുവെന്ന് പറയുമ്പോൾ എത്രത്തോളം അത് നീതിപൂർവം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആശങ്കയുണ്ട്. യാതൊരു സംശയവും കാര്യത്തിൽ ആവശ്യമില്ല. അപ്പോൾ ജില്ലാ കളക്ടറിലേക്ക് പോകുന്നു പറഞ്ഞത് എന്താ? ഒരു പരാതി കിട്ടിയാൽ മാത്രം മതി. അതാണ് എൻ്റെ പ്രത്യേകത. പരാതി കിട്ടിയാൽ മതി. ഇതാ ഈ ഭൂമിയിൽ ഒരു തർക്കമുണ്ട് എന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയാൽ മതി. ആ പരാതി കൊടുത്ത് ഒരു വെള്ളക്കടലാസ് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങുകയായി. ഇന്ത്യ രാജ്യത്ത്, ലോകത്ത് തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ദുർബലമായ ജുഡീഷ്യൽ സംവിധാനമുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. ഞാൻ പറയുന്നത് കോടതികൾ ദുർബലമാണ് എന്നല്ല. സഫിഷ്യൻ്റായ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന തർക്കങ്ങളുടെ എണ്ണം എത്രയോ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് പല കോടതികളിലും. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനുള്ള ജുഡീഷ്യൽ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, കോടതികൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ടാണ് എത്രയോ വർഷങ്ങൾ കേസുകൾ കെട്ടിക്കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ കേസ് കൂടി, വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ജില്ലാ കളക്ടറുടെ മുമ്പിൽ എത്തുന്നതോടുകൂടി എപ്പോഴാണ് തീരുമാനമാകുക? ജില്ലാ കളക്ടർമാരുടെ മുമ്പിൽ എന്തൊക്കെ കേസുകൾ വേറെ വരുന്നുണ്ട്, സാധാരണ കോടതികൾ എന്തൊക്കെ കേസ് വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഈ പരാതി തീരുമാനമാകണമെങ്കിൽ കാലത്ര പിടിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു സ്ഥലത്ത് പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ അവിടെ പിന്നെ മറ്റ് കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരു വിഷയം അവിടെ നടത്താൻ പാടില്ല എന്നാണ്. പിന്നെ എന്താ തീരുക? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോണത്? പരാതി ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത് ആൾക്കാർ റെഡിയാണ്. ഞാൻ റെഡിയാണെന്ന് വളരെ ബോധപൂർവമാണ് പറയുന്നത്. കാരണം എന്താ അറിയോ? രാജ്യസഭയിൽ ഈ ബില്ല് ചർച്ച നടക്കുമ്പോൾ പൊടിപൂരം ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ അവിടുന്ന് ഉയർന്ന ഒരു വാക്കാണ് ജയ് ശ്രീറാം. വഖഫ് ബോർഡും വഖഫ് ബില്ലും ജയ് ശ്രീറാമും തമ്മിൽ എന്നുള്ള ബന്ധം എന്താണ്? അതായത് ഇത് നേരത്തെ ഇങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ച ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട്. ഇതൊക്കെ ഡെഡായി സീസായി നിർത്തുക എന്നത് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു അജണ്ട ഇതാ ജയിക്കുന്നു എന്നതാണ് അതിൻ്റെ ആ മുദ്രാവാക്യത്തിൻ്റെ പിന്നിലുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കാൻ ഇവിടെ വേറെ പണിയെടുക്കും. പരാതി ആർക്കും കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് പരാതി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, മറുഭാഗത്ത് അത് ജില്ലാ കളക്ടറിലേക്ക് വിടുന്നു. അഥവാ മൊത്തത്തിൽ വഖഫ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള സദസ്സുകളിലൊക്കെ നമുക്ക് 2 ആയുധങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയാലും അല്ലാഹു ആകുന്നു ഖൈറുൽ മാക്കിരീൻ, ഏറ്റവും വലിയ തന്ത്രശാലി പടച്ചതമ്പുരാനാണ് എന്നാണ്. ആ അല്ലാഹുവിന്റെ തീരുമാനത്തെ ഗണ്ണിക്കുവാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് പടച്ചവനൊരു തീരുമാനം എടുത്ത് അതേ നടക്കുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അവരുടെ ആരാധനാലയങ്ങൾ, അവരുടെ വഖഫ് ഭൂമികൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം സമരം, പ്രതിഷേധം, ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതും ഈ സമൂഹത്തിൽ അത് മുസ്ലിമീങ്ങൾ മാത്രം നടത്തേണ്ട കാര്യമല്ല. കാരണം ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി
അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു വിഷയവുമല്ല, അത് മറ്റുള്ളവരെയൊക്കെ ബാധിക്കാൻ പോകുന്നത് തന്നെയാണ്. അവർക്കും ഭൂമിയുണ്ട്, അവർക്കും ബോർഡുകളുണ്ട്, ദേവസ്വം ബോർഡുകളുണ്ട്. ഇതെല്ലാം ഈ രീതിയിലേക്കായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാവും? അപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി, മതനിരപേക്ഷ പക്ഷത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിനെതിരെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ 6-7 ക്ലോസുകൾക്ക് വിരുദ്ധമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന ബില്ലെന്ന് പറയുന്നത്. അത് നിയമ പോരാട്ടത്തിലൂടെ തോൽപ്പിക്കേണ്ടതുണ്ട്. ജനാധിപത്യപരമായ സമരങ്ങളിലൂടെ അത് ഭരണകൂടത്തെ അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ മർമ്മപ്രധാനമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ പള്ളി ഇവിടെ ഉയർന്നു വരുന്നു എന്നതിൽ. നേരത്തെ ബഹുമാന്യനായ പറപ്പൂർ മൗലവിയുടെ സംസാരത്തിൽ കടന്നുപോയ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു 2008 തോന്നുന്നു നമ്മുടെ ചങ്ങരംകുളം മുജാഹിദ് സംസ്ഥാന സമ്മേളനം ഈ ഒരു പാടത്ത് വെച്ച് നടന്നത്. ആ സമ്മേളനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ നനവ് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ചെറുവല്ലൂർ പ്രദേശം എന്ന് ബഹുമാന്യനായ പറപ്പൂർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഒരു സെക്കൻഡ് കൊണ്ട് കടന്നുപോയ വാചകമാണെങ്കിലും മണിക്കൂറുകൾ കൊണ്ട് വിശദീകരിച്ചാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ആ സമ്മേളനത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇവിടെ ഈ ചങ്ങരംകുളത്ത് ഞങ്ങൾ വരുമായിരുന്നു. പ്രത്യേകിച്ച് സമ്മേളനം അടുത്തടുത്ത ദിവസമായപ്പോൾ എല്ലാ സ്വാഗത സംഘം മീറ്റിങ്ങും ഇവിടുത്തെ ഓഫീസിലും അവസാനം പന്തലിലുമാണ് എന്ത് ചെയ്യുന്നത് കൂടിയിരുന്നത്. ഞാൻ ഇന്നും ആ നീളമുള്ള പന്തൽ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അന്നതിൻ്റെ ദഅ്വാ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചുമതലയുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഇന്നും അതിന് ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങൾ പ്രസംഗിച്ചിരുന്നൊരു കാര്യമുണ്ട്. അന്ന് എല്ലാ ദഅ്വാ ക്യാമ്പുകളിലും, കാരണം പ്രവർത്തകരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ പ്രവർത്തകരെയും വിളിച്ചു ചേർത്ത് ഓരോ പ്രദേശത്തും ഓരോ ജില്ലയിലും ദഅ്വാ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അവരുടെ കയ്യിൽ ലഘുലേഖകൾ കൊടുത്ത് ബുക്ക്ലെറ്റുകൾ കൊടുത്ത് ഇതാ നമ്മുടെ സമ്മേളനം വരുന്നുണ്ട്, ആ സമ്മേളനത്തിന് വേണ്ടി നിങ്ങൾ ഈ വീടുകളിലൂടെ പോയി ആളുകളെ ക്ഷണിക്കണം, അതിനുവേണ്ടി സ്ക്വാഡ് വർക്കുകൾ പോകണം. അങ്ങനെ അവസാന സമ്മേളനത്തിൻ്റെ അടുത്ത ദിവസങ്ങളായപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിർബന്ധമായും ദഅ്വാ പ്രവർത്തനം നടന്നിരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആളുകളോട് പറഞ്ഞൊരു കാര്യമാണ് എന്ത്, നിങ്ങൾ കൊടുക്കുന്ന ഒരു ലഘുലേഖ, നിങ്ങൾ വിളിക്കുന്ന ഒരു വിളി, അതിൻ്റെ കാരണം കൊണ്ട് ഒരാൾക്ക് തൗഹീദ് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത് വലിയൊരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനം ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഈ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് തൗഹീദിന്റെ കേന്ദ്രങ്ങൾ ഇവിടെ ഉയർന്നു വരും, ഒരുപാട് ആളുകൾക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം കിട്ടും എന്ന് നമ്മൾ പ്രസംഗിച്ചിരുന്നു, ക്യാമ്പുകളിൽ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങൾക്ക് ഫലമുണ്ടാകുന്നു എന്നതാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ഏകദേശം 10-17 വർഷമായി എന്ന് തോന്നുന്നു ആ സമ്മേളനം കഴിഞ്ഞിട്ട്. ആ 17 വർഷത്തിനിടയിൽ ഇവിടെ ഏകദേശം 5ഓളം പുതിയ പള്ളികൾ വന്നു എന്നതാണ്. അത് വെറുതെ വന്നതല്ല, ആ പ്രവർത്തനങ്ങൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ചേർത്ത് വെക്കുന്നു, എന്തിനാണ് സമ്മേളനം എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, സമ്മേളന പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഈ പന്തലിടുന്ന പൈസ കൊണ്ട് നമുക്ക് 4 കുട്ടികളെ കെട്ടിച്ചുകൂടെ എന്ന് ചോദിക്കും, സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൂടെ എന്ന് ചോദിക്കും, എന്താ ഇവിടെ നടത്തിയിട്ട് കാര്യം എന്ന് ചോദിക്കും. എന്നാൽ അങ്ങനെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ അത് മണ്ണളകലാണ്. ആദ്യം ഒരു കൃഷിഭൂമിയിൽ വിത്തിറക്കുന്നതിന് മുമ്പ് ആദ്യം ആ പാറയിൽ കൊണ്ടുപോയി വിത്തിടുകയല്ല ചെയ്യുക, ആ മണ്ണിളകേണ്ടതുണ്ട്. ആ ഇളകുന്ന പ്രവർത്തനമാണ് ഏറ്റവും നിർണായകമായ പ്രവർത്തനം. ആ പ്രവർത്തനമാണ് ഒരു സമ്മേളനം കൊണ്ട് നടക്കാറുള്ളത്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ആ മണ്ണിളകി അതിൽ പിന്നീട് വിത്തിട്ടു. ആ വിത്തുകൾ ഓരോന്നോരായി മുളച്ചുകൊണ്ടിരിക്കുന്നു. അത് തൗഹീദിന്റെ പ്രഭവ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹയ്യാലൽ സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന് വിളിക്കുന്ന മിനാരങ്ങളായി ഉയർന്നു വരുന്നു. അതിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നുവെന്നത് ഒരു ചെറിയ കാര്യമല്ല. ബഹുമാനായ പറപ്പൂർ മൗലവി ഒരു വിധം കയ്യോങ്ങി ഇന്ന് വരാൻ കഴിയണമല്ല, കോളേജിൽ കൂടിയും പോകല്ല, കാരണം അത്രക്ക് പ്രയാസമുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം മാറ്റി വെച്ച് ഞാൻ രാവിലെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു. എനിക്ക് 2 നിലക്കാണ്. ഒന്ന്, അവിടുത്തെ പ്രവർത്തകർ എന്നെ വിളിക്കുമ്പോൾ അവരോട് നോ പറയാൻ കഴിയുന്നില്ല. രണ്ടാമത്തത് എന്താ വെച്ചാൽ ആ പ്രദേശവും ഞാനും അത്രയും ബന്ധമുള്ളതാണ്. അവിടെ ഒരു സൗധം ഉയരുമ്പോൾ അവിടെയുള്ള കാരണവന്മാരവിടെ സുജൂദിന് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരുടെ ഒപ്പമുണ്ടാവുക എന്നത് നമ്മളെ മനസ്സ് കൊതിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ സന്തോഷത്തിൽ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിന്ന് ലീവ് എടുത്ത് കണ്ട് പോകുന്നതാണ്, ലീവ് ഉണ്ടായിട്ടല്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു
നമ്മളിൽ നിന്നിത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. അന്നൊക്കെ ഇതിൽ വരുമ്പോൾ ഒരുപാട് കാരണവന്മാരെ നമ്മൾ കണ്ടിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, പല മുഖങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ ആ കാരണവന്മാർക്കൊക്കെ ഒരു പിൻതലമുറ ഉണ്ടായിരിക്കുന്നു എന്നതും ഈ പ്രദേശത്ത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയുള്ളൊരു യുവാക്കളുടെ ഒരു കൂട്ടം തന്നെയാണ് അൽഹംദുലില്ലാ ഇപ്പോൾ ഈ പുതിയ പള്ളികൾക്കൊക്കെ പിന്നിൽ. അവർക്ക് അല്ലാഹു അതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് വിഭാഗം സംഘടിപ്പിച്ച ഒരു ഡയലോഗ് പ്രോഗ്രാമിനാണ് അവസാനമായി ചങ്ങരംകുളത്ത് ഈ മണ്ഡലത്തിൽ വന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാം സമ്പന്നമായ ഒരു മണ്ഡലത്തിലാണ് ഈ ചെറുവല്ലൂരിൽ ഈ പള്ളി വന്നത് എന്നത് നമ്മൾ ഏവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു സന്തോഷം എന്ന് പറയാനുള്ള കാരണം ഇതിവിടെ മാത്രമുള്ളൊരു പ്രതിഭാസമല്ല, ഇത് ഒറ്റപ്പെട്ടൊരു പ്രതിഭാസമല്ല. ഇത് കേരളത്തിൽ മൊത്തം അൽഹംദുലില്ലാ ഇന്ന് ഈ പ്രബോധന കൂട്ടായ്മ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ കേരളത്തിന് പുറത്തും, ഒന്നുകൂടി പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തും എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഇതിൻ്റെ പ്രവർത്തകർ വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാമിലി കോൺഫറൻസുകൾ GCC രാഷ്ട്രങ്ങളിൽ മിക്കവാറും രാഷ്ട്രങ്ങളിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞ് ഇനിയും ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സമ്മേളനം പെരിന്തൽമണ്ണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികൾ ഇന്ന് ഒമാൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ബഹുമുഖമായ സമ്മേളന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പള്ളികളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പള്ളികൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. അത് ഒന്ന് ലക്ഷദ്വീപിലായിരുന്നു. ലക്ഷദ്വീപിലെ കിൽത്താൻ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ PN അബ്ദുൽ ലത്തീഫ് മദനിയാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ വെളത്തൂരിലും, അതുപോലെ ഇവിടെ ചേളാരിക്കടുത്ത് വെളിമുക്കിലും, ആനക്കയത്ത് അടുത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തും, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്താണ് തൃശ്ശൂർ ജില്ല. ആ തൃശ്ശൂർ ജില്ലയിലെ മന്നലാങ്കുന്നിലും, അതുപോലെ തന്നെ മലപ്പുറത്ത് ഒതുക്കുങ്ങലിലും, കൊല്ലം ജില്ലയിൽ കണ്ണനല്ലൂരിലും ഒക്കെ ഈ ഒരു കുറച്ച് ഏതാനും ആഴ്ചകൾക്കും മാസങ്ങൾക്കുമുള്ളിലാണ് ഒരുപാട് പള്ളികൾ വന്നത്. ഇനി റമദാനിന് മുമ്പ് ഓരോ ദിവസവും പള്ളി ഉദ്ഘാടനം, അതിൽ പടി തീരാത്ത പള്ളികൾ വേറെയുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഈ പള്ളികൾ ഉണ്ടാവും. ഇത് പള്ളി വെറുതെ ഉണ്ടാവില്ല. അതുണ്ടാണെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, അതിന് മനുഷ്യന്മാർ അധ്വാനിക്കണം, അതിന് ആളുണ്ടാകണം, ഇങ്ങനെ പ്രബോധനം നടക്കണം, ദഅവത്ത് നടക്കണം. ആ ദഅവത്ത് നടന്ന ഒരു ഭൂമിയിലെ പള്ളി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ സജീവമായി നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ കാണുന്ന അടയാളങ്ങളാണ് ഈ പള്ളികൾ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് അനുഗ്രഹമാണ് എന്ന് ഞാൻ ആവർത്തിച്ചു പറയാണ്. കാരണം എന്താ അറിയോ, ഇങ്ങനത്തെ പള്ളികൾ ഉണ്ടാക്കി ഇപ്പോഴും ഇത്തരം അവസ്ഥയിൽ നമുക്കിവിടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം, ലോകത്ത് ഫലസ്തീനിലെ ഗസയിൽ നമ്മൾ കാണുന്ന രംഗം എന്താണ്? അവിടെ വെടിനിർത്തലുണ്ടായി. പക്ഷെ വെടിനിർത്തലുണ്ടായപ്പോൾ ഒരു പുഴ ഒഴുകുന്നത് പോലെ മനുഷ്യന്മാർ അങ്ങോട്ട് ഒഴുകി വരുന്ന രംഗം നിങ്ങൾ കണ്ടില്ലേ? TV യിലൊക്കെ കണ്ടില്ലേ? ആളുകൾ അഭയാർത്ഥികളായി പോയ ആൾക്കാർ തിരിച്ചു വരികയാണ്. അവർ വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താ? അവർക്ക് വീടുണ്ടോ? അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങളുണ്ടോ? അവരുണ്ടാക്കിയ പള്ളികളുണ്ടോ അവിടെ? അവർക്ക് നിസ്കരിക്കാൻ സ്ഥലങ്ങളുണ്ടോ അവിടെ? ഒന്നുമില്ല. ഒന്നുമില്ലാത്ത ആ അവസ്ഥയിലേക്കാണ് അവർ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് അവിടെയുള്ള ആ കോൺക്രീറ്റ് കൂടാരങ്ങൾ, പൊളിഞ്ഞു വീണ കോൺക്രീറ്റിൻ്റെ അവശിഷ്ടങ്ങൾ മാന്തി ഒഴിവാക്കി അവിടെ എവിടെയെങ്കിലും ഒന്ന് കൂടിയിരിക്കാൻ ഇപ്പോൾ ഒരുങ്ങുമ്പോഴാണ് വീണ്ടും അവിടെ നിന്ന് നിങ്ങളെ ഞങ്ങൾ ആട്ടിപ്പായിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ധിക്കാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വസ്ഥമായി പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ പള്ളി അവിടെ ഉണ്ട്, തിരിച്ചു വരുമ്പോൾ നമ്മളെ വീട് ഇവിടെ ഉണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു അനുഗ്രഹമാണ്. ഇത് അള്ളാൻ്റെ മുമ്പിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഇത് നന്നായി മുതലാക്കണം. ഈ പള്ളി നമ്മൾ എന്ത് ചെയ്യണം? നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഏറ്റവും പള്ളി ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ നേരത്തെ ഇവിടെ അനീഫ് സാഹിബ് പറഞ്ഞില്ലേ, മസ്ജിദ് എന്ന പേര് വരാനുള്ള കാരണം എന്താ? സുജൂദ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? മസ്ജിദ് എന്ന പേര് വരാനുള്ള കാരണം. അതുകൊണ്ട് സുജൂദ് വീഴുക എന്നതാണ്. എൻ്റെ ഈ മൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്ന പരിസരം, ഇതിന് ചുറ്റും വീടുകളാണ്. അതാണ് ഇവിടുത്തെ സന്തോഷകരമായൊരു കാര്യം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വീടുകൾക്കിടയിലാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കേണ്ടത് എന്നാണ്. ഈ വീടുകൾക്കിടയിലാണ് ഈ പള്ളിയുള്ളത്. അതുകൊണ്ട് ഈ സദസ്സിലുള്ളവരോടും ഈ വീട്ടിലിരുന്ന് ഇത് കേൾക്കുന്നവരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാത്ത് ഹയ്യാലുൽ ഫലാഹ് എന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
ആ ഒരു തീരുമാനം ഇന്ന് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് മരിച്ചു പോകുമ്പോൾ ആ ഒരു വയസ്സായി നമുക്ക് പള്ളിയിലേക്കൊന്നും പോകാത്തൊരവസ്ഥ ആകുന്ന സമയത്ത് നമുക്ക് ആ കട്ടിലിൽ കിടന്നുകൊണ്ട് പറയാൻ പറ്റണം, ചെറുവല്ലൂർ പള്ളി ഉദ്ഘാടനം ചെയ്ത ആ തീയതി മുതൽ ഇന്ന് വരെ ഞാൻ നാട്ടിലുണ്ടോ, ഞാൻ വീട്ടിലുണ്ടോ, ഞാൻ അവിടെ പോയിട്ടല്ലാതെ ഞാൻ നമസ്കരിച്ചിട്ടില്ല. ശറഈയായ കാരണങ്ങളുള്ള ദിവസം മാത്രമേ ഞാൻ പോകാതിരുന്നിട്ടുള്ളൂ. അല്ലാത്ത ദിവസം മുഴുവൻ ഞാൻ അവിടെ പോയി നമസ്കരിച്ചിട്ടുണ്ട് എന്നും ആത്മവിശ്വാസത്തോടു കൂടി തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. എന്തിനൊരു കാരണം വേണം. ഒരു കുട്ടി എല്ലാ അനാവശ്യ കാര്യങ്ങളിലൂടെ മുഴുകി മുന്നോട്ട് പോകുന്ന കുട്ടിയാണ്. അങ്ങനെ അവസാനം അവന് പെട്ടെന്ന് അവൻ്റെ വാപ്പ മരിച്ചു. വാപ്പ മരിച്ചപ്പോഴാണ് അവൻ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോഴാണ് അവൻ്റെ തലയിൽ അവൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്വം വന്നതിനെ കുറിച്ച് അവൻ ആലോചിച്ചത്. അന്ന് മുതലാണ് അവനൊരു ഉൾവിളി ഉണ്ടായത്. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് അയാൾ പറയണത്, എൻ്റെ വാപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് എനിക്കൊന്ന് മര്യാദക്ക് ജീവിക്കണമെന്ന് തോന്നിയത്. പക്ഷെ അത് കാണാൻ എൻ്റെ വാപ്പ ഉണ്ടായില്ല. വാപ്പ സങ്കടത്തോടു കൂടിയാണ് മരണപ്പെട്ടു പോയത്. വാപ്പാൻ്റെ മകൻ്റെ അധാർമിക ജീവിതത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ നന്നായപ്പോൾ അത് കാണാൻ വാപ്പ ഉണ്ടായില്ല എന്നുള്ള സംഭവം അതൊരു കാരണമാണ്, ആ വാപ്പാൻ്റെ പെട്ടെന്നുള്ളൊരു മരണം എന്ന് പറയും. അതുപോലെ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോന്നിനും ഓരോ നിമിത്തം ഉണ്ടാവും. ചില ആളുകൾക്ക് റമളാനായിരിക്കും ഒരു കാരണം. ഞാൻ പറയുന്നു, ഈ പള്ളി നമുക്ക് നന്നാകാൻ, നമുക്ക് നമ്മുടെ നമസ്കാരം ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു നിമിത്തമായി, ഒരു കാരണമായി നമുക്ക് മാറണം. അതേപോലെ തന്നെ വെള്ളിയാഴ്ചയുള്ള ജുമുഅ, ആ ജുമുഅ എത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. ആ ജുമുഅക്ക് നേരത്തെ എത്തുന്ന സ്വഭാവം. പലപ്പോഴും പള്ളികളിലേക്ക് പുറപ്പെടുക എന്നുള്ള, വെള്ളിയാഴ്ച പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പീടിയൻ്റെ അടുത്ത് പോയി നിൽക്കും, അല്ലെങ്കിൽ ഓവുപാലത്തിൻ്റെ മുകളിൽ പോയിരിക്കും, കൊണ്ട് വെറുതെ വർത്താനം പറയും, അല്ലേ? അവസാനം ആ ജുമുഅക്ക് ബാങ്ക് കൊടുത്ത് മിമ്പർമ ഖത്തീബ് കയറി പിന്നെയാണ് എന്ത് ചെയ്യുക, പല ആൾക്കാരും വരാറുള്ളത്. ചില ആളുകൾ ആ രണ്ടാം ഖുത്ബ തീരാ നേരത്താണ് എന്ത് ചെയ്യുക, കയറി വരും. ഞാൻ അബദ്ധത്തിലെങ്ങാനും നേരത്തെ വന്നാൽ അവിടെ ഇരുന്ന് ഉറങ്ങുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇതൊരു സക്രിയമായി വെള്ളിയാഴ്ച ആ ജുമുഅന്റെ മുമ്പായിട്ട് വരും. അതിന് ഓരോ സമയം വരുന്നതിനനുസരിച്ച് കൂലി കൂടും. നേരത്തെ എത്തി അതിനനുസരിച്ച് കൂലി കൂടും. സമയം വൈകും തോറും അതിൻ്റെ പ്രതിഫലം നമുക്ക് കുറഞ്ഞു പോവുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കണം ഈ പള്ളിയെ എല്ലാ അർത്ഥത്തിലും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത് എന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർഡർ കൊണ്ടുവരാൻ, ചിട്ട കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പള്ളി എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു തുരുത്താണ്, ഒരു പിടിവള്ളിയാണ്. എപ്പോഴാണ് നമ്മൾ പിടിച്ചു നിൽക്കുക? കാറ്റടിക്കുമ്പോൾ, അല്ലേ? കാറ്റടിക്കുമ്പോൾ ചില മരങ്ങളൊക്കെ ഇങ്ങനെ ആടിയുലയുന്ന കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന ആ മരത്തെ പിടിച്ചു നിർത്തുന്നത് അതിന്റെ വേരുകളാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, പ്രളയത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒഴുകിപ്പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു കമ്പോ, എന്തെങ്കിലും ഒരു കയറോ, എന്തെങ്കിലും ഒരു വസ്തുവോ കിട്ടിയാൽ അതിൽ നമ്മൾ മുറുകെ പിടിക്കാറുണ്ട്. മരുഭൂമിയിൽ ദാഹിച്ച് വിശന്ന് വലഞ്ഞ് മുന്നോട്ട് പോകുമ്പോ മരിക്കുകയാണ്, വെള്ളം കിട്ടാതെ മരിക്കുകയാണ് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു തന്നാൽ ആ വെള്ളം എത്ര ആവേശത്തോടു കൂടിയാണ് നമ്മൾ വാങ്ങിക്കുടിക്കുക. ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു പ്രളയമുണ്ടായിരിക്കുകയാണ്. ആ പ്രളയജലം ഒഴുകി വന്ന് ഇന്ന് നമ്മുടെ അങ്ങാടികളിൽ മാത്രമല്ല, നമ്മുടെ പട്ടണങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല, ആ പ്രളയജലം ഇന്ന് നമ്മുടെ വീടിന്റെ മുന്നിൽ മാത്രമല്ല, നമ്മുടെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ആ പ്രളയജലത്തിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലരുടെ മക്കൾ അതിൽ പൂർണ്ണമായി മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ചിലരുടെ ഉമ്മമാരതിൽ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ചിലരുടെ സഹോദരങ്ങൾ അരക്ക് താഴെ അതിൽ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ചിലരുടെ കഴുത്തിനോടൊപ്പം ആ പ്രളയജലം എത്തിയിട്ടുണ്ട്. ഏതാണ് ആ പ്രളയജലം എന്ന് പറയുന്നത്? അന്ധവിശ്വാസത്തിന്റെ പ്രളയജലം, ലിബറലിസത്തിന്റെ പ്രളയജലം, മതനിരാസത്തിന്റെ പ്രളയജലം, ശിർക്കിന്റെ ബിദ്അത്തിന്റെ പ്രളയജലം, ലഹരിയുടെ, സൈബർ സെക്സിന്റെ, സാമ്പത്തിക തട്ടിപ്പിന്റെ, അങ്ങനെ സമാധാനമില്ലാത്ത ക്രൂരകൃത്യങ്ങളുടെ, കുറ്റകൃത്യങ്ങളുടെ മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചുറ്റും. അതിനിടയിൽ പെട്ടുകൊണ്ട് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർ. ഓരോ ദിവസവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? രാവിലെ ഉള്ള വാർത്ത, ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് അവനെ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ചികിത്സ കൊണ്ടുപോയതാക്കിയതാണ് ബാംഗ്ലൂരിൽ. ആ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന്
ചികിത്സയിൽ കിടക്കുന്ന, ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കിടക്കുന്ന ഉമ്മയുടെ കഴുത്ത് വെട്ടിയെന്നാണ്. അതാണ് ഒരു വാർത്ത. അത് രാവിലെ ആ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ വൈകുന്നേരമാവുമ്പോൾ കേൾക്കുന്നത് എന്താ? ലഹരി ബാധിച്ച ചെറുപ്പക്കാരൻ പോയി അവൻ്റെ അച്ഛൻ്റെ മുഖം കത്തികൊണ്ട് കുത്തിപ്പിളർത്തി എന്നാണ്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ കേൾക്കുന്നത് എന്താ? കിടന്നുറങ്ങുന്ന രക്ഷിതാവിൻ്റെ കണ്ണ് മകൻ ചൂഴ്ന്നെടുത്തു എന്നാണ്. ജീവനുള്ള മനുഷ്യന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു എന്നാണ്, സ്വന്തം പിതാവിൻ്റെ. അതും ലഹരി തന്നെയാണ് പ്രശ്നം. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കേൾക്കുന്നത് എന്താ? തൊട്ടടുത്ത വീട്ടിലെ ഒരു നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ ഉണ്ട്, അതുകൊണ്ട് അവളാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക്, സകല പ്രശ്നങ്ങൾക്കും കാരണം, അതുകൊണ്ട് നീളമുള്ള മുടിയുള്ള ആ സ്ത്രീയെ ഞാൻ കൊല്ലും എന്ന് തീരുമാനിക്കുക മാത്രമല്ല, കൊന്നു. അതിനുശേഷം വീണ്ടും അവരുടെ കുടുംബത്തിലെ 2 പേരെ കൂടി ജയിലിൽ നിന്ന് വന്നിട്ട് കൊന്നു. ചന്താമരാക്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ രാക്ഷസന്റെ പേര്. ആ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അന്ധവിശ്വാസം മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ എത്ര ഞാൻ ഓർക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണെന്ന് തോന്നുന്നു, ഒരു സ്കൂൾ വിദ്യാർത്ഥി അധ്യാപകന്റെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ ശരിയാക്കുമെന്ന് പറഞ്ഞത്. ആ വാർത്ത നമ്മൾ കേട്ടുപോയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കാമുകി ആത്മഹത്യ ചെയ്യുന്നു, അതിന് തൊട്ടുടനെ തന്നെ കാമുകൻ പോയി ആത്മഹത്യ ചെയ്യുന്നു. അതിക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പ്രളയജലത്തിൽ നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ ആളുകളെ ഇത് സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? അതിന് നമ്മുടെ നാട്ടിലൊരു സ്ഥിരം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനം വളരെ പ്രധാനമാണ്. അവിടെയാണ് ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു പള്ളി മഹല്ലും അവിടെ നിസ്കരിക്കാനും മര്യാദക്ക് വെള്ളിയാഴ്ച ഖുതുബ കേൾക്കാനും ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഒരു അന്തരീക്ഷം എന്നത് വളരെ പ്രധാനമാണ്. ചില ആളുകൾ ചില സ്ഥലത്ത് ഭൂമി കിട്ടിയാലും അവിടെ വീടുണ്ടാക്കൂല. അവിടെ വളരെ ചുരുങ്ങിയ വിലക്ക് വീട് കിട്ടുന്നവർ, പക്ഷെ ഉണ്ടാക്കൂല. കാരണം എന്താ പറയുക അറിയോ? അവിടെ ഒരു പള്ളിയില്ല എന്ന് പറയും, അവിടെ ഒരു മഹല്ലില്ല. അതുകൊണ്ട് ഇനി ഒരു 1-2 ലക്ഷം കൂടിയാലും വേണ്ടില്ല, എനിക്ക് ഈ ഭാഗത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ എനിക്ക് വീട് വെക്കണം. എന്താ കാര്യം? ഇങ്ങനൊരു അന്തരീക്ഷമുണ്ട് എന്നാണ്. അത് വീണ്ടും ആളുകൾ പറയാം, അത് ഭയങ്കര വിലയില്ല, അപ്പുറത്തന്നെ എടുത്തൂടെ. അപ്പം എന്താ പറയാ? ഈ കാലഘട്ടത്തിൽ എൻ്റെ മക്കൾ എൻ്റെ കുടുംബത്തിൽ അവിടെ കൊണ്ടുപോയിടാൻ ഞാൻ എന്നെ കൊണ്ട് സമാധാനമാകണില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ പള്ളി ഉള്ളത് കൊണ്ട് വലിയ സന്തോഷം, സമാധാനം. ഞാൻ ഗൾഫിൽ പോയാലും മറ്റേ ആൾക്കാരെയൊക്കെ കൂടെ എന്ത് ചെയ്യും? എൻ്റെ ഭാര്യയ്ക്ക് പള്ളിയിൽ പോകാൻ പറ്റും, എൻ്റെ കുട്ടിയൊക്കെ അവിടെ പോകാൻ പറ്റും, അവിടെ സ്ഥിരമായിട്ട് ക്ലാസ് നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രളയജലത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള ചരടിന്റെ പേരാണ് മസ്ജിദ് തൗഹീദ് എന്ന് പറയുന്നത്. മതനിരാസത്തിന്റെ കുത്തൊഴുക്കിൽ നമ്മുടെ കുടുംബം ഒലിച്ചു പോകുമ്പോൾ പിടിച്ചു നിൽക്കുവാനുള്ള പിടിവള്ളിയുടെ പേരാണ് ഈ ചെറുവല്ലൂരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന മസ്ജിദ് തൗഹീദ് എന്ന് പറയുന്നത്. അതിനുള്ള ശേഷി ഈ ഒരു പള്ളിക്കുണ്ടാകണം, അതിൻ്റെ ഭാരവാഹികൾക്കുണ്ടാകണം എന്ന് തന്നെയാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ പള്ളിയോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം. എന്തിനാ? പള്ളിയിൽ ആളുണ്ടാകാനല്ല, നമുക്ക് നമ്മളെ കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പള്ളിയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. എന്താ പള്ളിയുടെ പ്രത്യേകത? ഏറ്റവും ഒന്നാമത്തെ പ്രത്യേകത, അവിടെ അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ എന്നുള്ള. വഅന്നൽ മസാജിദ ലില്ലാഹ് വലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അവനോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഇത് ഈ പള്ളിയിൽ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത. എന്നാൽ മറ്റു പല പള്ളികളിലും അങ്ങനെയല്ല, നേർച്ച ആരാധനയാണ്. പക്ഷെ ആ നേർച്ചയുടെ പേരിൽ ആന വരുന്നു എന്ന് മാത്രമല്ല, പച്ച ജീവനുകളെ എടുത്തു ചുഴറ്റി എറിയുന്ന രംഗങ്ങൾ എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ, എവിടുന്നാണ് ദീനിലവ് വന്നത്? നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചു പറയും, ഇത് ഇസ്ലാമിലുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇത് പള്ളിമുറ്റത്ത് നിന്നാണ് ഇത് പല ഉസ്താദന്മാരും ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു പള്ളി, അതാണ് ഈ ചെറുവള്ളൂർ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ ബിദ്അത്തില്ലാത്ത പള്ളി ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. നോമ്പ് നമുക്ക് നോൽക്കാം. ഈ മാസത്തിൽ മഹാഭൂരിപക്ഷം ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റ ദിവസങ്ങളാണ്. അത് നമുക്ക് നോൽക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷെ ശഅബാൻ 15 ഒരു ബറാത്ത് നോമ്പ് അങ്ങനെയല്ല, അങ്ങനെ ഒരു ഹദീസിലുമില്ല, സ്വഹീഹായ ഹദീസുകളിലില്ല. പക്ഷെ ഇല്ലാത്തത് ചെയ്യാൻ ഭയങ്കര ആവേശം ഉണ്ടാവും. ഇത് അവിടെ സ്ത്രീകൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫംഗ്ഷന് വന്നപ്പോൾ ഒരു ഉമ്മ ഉണ്ട് അവിടെ ഇരിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുക, അവർ കഴിക്കുന്നില്ല. എന്ത് ചോദിച്ചു? എനിക്ക് ബറാത്ത് നോമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ
സുന്നത്ത് നോമ്പ്, ശരിക്കുള്ള സുന്നത്ത് നോമ്പ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ മാറ്റിയേക്കാം. പക്ഷെ ഇത് ഇല്ലാത്തൊരു നോമ്പ് നിങ്ങൾ നോറ്റെന്ന് ഇതിന് തെളിവില്ലേന്ന് ചോദിച്ചാൽ ആ സാധുവിന് അറിയില്ല. അത് നമുക്ക് സുന്നത്ത് നോമ്പ് എടുക്കാം. തിങ്കളും വ്യാഴം എടുത്തൂടെ, 13, 14, 15 എടുത്തൂടെ, എല്ലാം അയ്യാമുൽ ബീദിന്റെ ദിവസം. അതേപോലെ തന്നെ ഈ ശഅബാൻ മാസം വേണമെങ്കിൽ മഹാഭൂരിപക്ഷം ദിവസം നോമ്പ് നോറ്റൂടെ. അതൊക്കെ നോൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇല്ലാത്ത നോമ്പ് നോൽക്കരുത്, അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, അത് വഴികേടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇവിടെ സുന്നത്ത് മാത്രമേ ഇവിടുന്ന് കിട്ടുള്ളൂ, ബിദ്അത്തുകൾ ഒരിക്കലും ഈ പള്ളിയിൽ നിന്ന് കിട്ടൂല. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളെ പരിഹസിക്കുന്ന ഒരു ഏർപ്പാട് ഒരിക്കലും ഈ പള്ളിയിൽ നിന്നുണ്ടാവുകയില്ല. പ്രമാണത്തിലുള്ളത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി അനുസരിക്കുന്ന രീതിയിലായിരിക്കും ഈ പള്ളിയിൽ നിന്ന് കാര്യങ്ങൾ വരിക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പേര് തന്നെ മസ്ജിദ് തൗഹീദ് എന്നാണല്ലോ. മസ്ജിദ് തൗഹീദ് എന്ന് പറയുന്നത് തൗഹീദാണ് ഇവിടെ നിന്ന് ഉണ്ടാവുക എന്നതുകൊണ്ട് തന്നെയാണ്. ഈ പള്ളികൾക്ക് മുജാഹിദുകൾ പല പേരിടാറുണ്ട്. ആ പള്ളിയുടെ പേരിലൊക്കെ പൊരുളുണ്ട്. മസ്ജിദ് തൗഹീദ് എന്ന് പറയുന്നത് തൗഹീദിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. സലഫി മസ്ജിദ് എന്ന് പേരിടുന്നത് എന്തുകൊണ്ടാണ്? പല ആളുകളും ഇപ്പോൾ ഈ പള്ളി ഇവിടെ പുതുതായിട്ട് വരുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് മുസ്ലിങ്ങളിൽ സമുദായത്തിന് പള്ളി വരുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, അൽഹംദുലില്ലാ റാഹത്താണ്, നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പള്ളി ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മത്സരിച്ച് നമ്മളിങ്ങനെ ഭിന്നിച്ച് പോകല്ലേ, എന്താ അതിൽ സങ്കടമാണ്, പ്രയാസമാണ് അല്ലേ? ഞാൻ അവരെ കുറ്റം പറയില്ല, കാരണം അതൊരു സമുദായത്തിൻ്റെ വികാരം തന്നെയാണ്. പക്ഷെ നമ്മളൊരു വേറൊരു പള്ളി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ നടക്കേണ്ടതല്ല അവിടെ നടക്കുന്നത്, അവിടുന്ന് പറയേണ്ടതല്ല അവിടുന്ന് പറയണത്. എവിടെ എത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കൊടുത്ത കഴിവല്ലേ. മുഹ്യിദ്ദീൻ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കളെ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയുന്നത് അവരള്ളയിലൊന്നും ഞങ്ങൾ വിശ്വസിക്കണം, അത് കൊടുത്ത കഴിവെന്നേ അവർ സഹായിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആ ന്യായമാണ്. പക്ഷെ ആ ന്യായം എവിടെ എത്തി? നിഷ്കളങ്കരായി ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഞാൻ പറയുന്നത് ആ ന്യായം എവിടെ എത്തി? അവസാനം എന്ത് പറഞ്ഞു? CM മടവൂര് ഞങ്ങളെ പടച്ചോനാണെന്ന് പറയുന്നിടത്തേക്ക് എത്തി അല്ലേ? അപ്പോഴും അതിനെ വിമർശിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ? പടച്ചോന് കൊടുത്ത കഴിവെന്ന് ചോദിക്കണേന്ന് എന്താ കുഴപ്പം? ഇപ്പം മടവൂരിന് CM മടവൂരിന് കുറച്ച് കാലം പടച്ചോനാകാനുള്ള കഴിവ് അള്ളാഹ് കൊടുത്തൂടെ? അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇനി എന്താ പിന്നെ പറയാം? ഇതിനാണ് നമ്മൾ മുസ്ലിം പള്ളി ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഇവിടെ ന്യായീകരിച്ച് പോകുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയേണ്ട സുഹൃത്തുക്കളെ. അത് പറയാൻ മറ്റു പള്ളികളെ അനുവദിക്കൂല. നമ്മുടെ സഹോദരിമാർക്ക് കാശ് കൊടുക്കുക പള്ളിക്ക്, പക്ഷെ അവർക്ക് ജുമയ്ക്ക് വരാൻ പറ്റൂല. പിന്നെന്താ ചെയ്യുക? പള്ളി വേണ്ട നമുക്ക് വേറെ. അതുകൊണ്ടാണ് നമ്മൾ പള്ളി ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഏതാ തെറ്റും ശരിയും വസ്വാസം ഉണ്ടാകുമ്പോൾ ഏതാ ശരി എന്നെങ്ങനെ തീരുമാനിക്കുക? അത് വളരെ ക്ലിയറാണ്. ഒരായത്തിൽ തർക്കം വന്നാൽ, ഒരു ഹദീസിൽ തർക്കം വന്നാൽ, അതിനർത്ഥത്തിൽ തർക്കം വന്നാൽ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ആയത്തിന് അള്ളാന്റെ റസൂൽ എങ്ങനെ അർത്ഥം പറഞ്ഞത്? അത് സഹാബത്ത് എങ്ങനെ കേട്ടത്? അത് താബീങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയത്? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനകും സുമ്മല്ലദീന യലൂനകും. റസൂലുള്ളാഹി പറഞ്ഞതാ, എൻ്റെ തലമുറയാണ് ഉത്തമ തലമുറ, പിന്നീട് അതിന് ശേഷം വന്നവർ. അതുകൊണ്ട് നമുക്ക് ഒറ്റ കാര്യമുള്ളൂ. എന്ത് തർക്കം നമുക്കിടയിലുണ്ടെങ്കിൽ നമുക്ക് മുജാഹിദീങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്ത്? ഈ ആയത്തിന് റസൂലുള്ളാഹിന്റെ കാലത്ത് സഹാബത്തിന്റെ കാലത്ത് എന്താ അർത്ഥാനം ഉണ്ടായിരുന്നത്? അതാ ഞങ്ങൾ അംഗീകരിക്കുക. ക്ലിയർ? അതിനാണ് മുൻഗാമികൾ എന്ന പോലെ പറയാം. മുൻഗാമികൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് സലഫുകൾ എന്ന്. ആ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സലഫി മസ്ജിദ് എന്ന് മസ്ജിദുകൾക്ക് പേരിടാനുള്ള കാരണം. അതിൽ ആദർശമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഒരു കാര്യം സത്യമാണോ അസത്യമാണോ മനസ്സിലാക്കാൻ ഇസ്ലാമിക പ്രമാണമാണ് അതിൻ്റെ മാനദണ്ഡം. ആ പ്രമാണത്തിലുള്ളത് 100% അംഗീകരിക്കുക. പക്ഷെ ഇപ്പം ചില ആൾക്കാരെങ്ങനെ അറിയോ? കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാവില്ല. പിന്നെ അതെന്ത് ചെയ്യണം? ശാസ്ത്രത്തിൻ്റെ ലാബുകളിൽ കൊണ്ടുപോയി ഒരു പരീക്ഷണം നടത്തണം. സംസം വെള്ളത്തിന് ഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കുടിച്ചിട്ട് നമ്മൾ നിയ്യത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഹദീസിലുള്ളതാണ്. പക്ഷെ ചില ആളുകൾക്ക് അത് ഒന്ന് പരീക്ഷിച്ച് വിജയിച്ചാലേ പറ്റുള്ളൂ എന്നാണ് ചില ആളുകൾ പറയാം. അതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട്. റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് അംഗീകരിക്കുക. ഈച്ച വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിലൊരു ചിറകിൽ രോഗമാണെങ്കിൽ മറു ചിറകിൽ അതിനുള്ള ഔഷധം ഉണ്ട് എന്ന് ഹദീസിലുള്ളതാണ്. ചില ആൾക്കാർ ആദ്യകാലത്ത് പറഞ്ഞു അതൊന്നും ശരിയല്ല, അംഗീകരിക്കാൻ പറ്റില്ല, ഈച്ച ജ്യൂസാണ് അതൊക്കെ എന്ന് പറഞ്ഞു. ഇപ്പം അടുത്ത കാലത്ത് പ്രാണികളെ പറ്റി പഠിച്ച ആൾക്കാർ പറഞ്ഞു എന്ത്, ഈച്ചക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ശാസ്ത്രം തെളിയിച്ചപ്പോൾ അപ്പോൾ ആ പണ്ട് തള്ളിയ ആൾക്കാർ വന്നിട്ട് പറയണത് എന്നാ ഹദീസ് എടുക്കാം. അങ്ങനെ റസൂലുള്ള പറഞ്ഞാൽ അംഗീകരിക്കൂല, അത് ലാബിലിട്ടുകാണ്ട് പരിശോധിച്ച് വന്നാൽ അംഗീകരിക്കും. ഇതിനല്ല വിശ്വാസി എന്ന് പറയാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വഹീഹാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും.
അതുകൊണ്ട് ഈ മസ്ജിദ് തൗഹീദിന്റെ പ്രത്യേകത എന്താ അറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് സ്വഹീഹായ ഹദീസ് മുഴുവൻ ഉദ്ധരിക്കാൻ പറ്റുന്ന ഒരു മിമ്പറാണ് ഈ മിമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ ആകണം മിമ്പർ. അതിന്റെ ഭാരവാഹികൾ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അള്ളാന്റെ റസൂലിന്റെ ഒരു വചനം ഇതിന്റെ മുകളിൽ നിന്ന് പറയുന്ന ആൾക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരു കാലത്തുണ്ടാവാൻ പാടില്ല. അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രമാണത്തിന് പ്രാധാന്യം. പ്രമാണത്തിന് എന്താ അറബി പറയാ? അൽ ഹിക്മ എന്നാ പറയാ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന എന്ന്. ഹിക്മ എന്നുള്ളതിന് എന്താ അർത്ഥം? എന്താ? ന്യായം, യുക്തി, തെളിവ്, പ്രമാണം എന്നൊക്കെയാണ്. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? വിസ്ഡം എന്നാണ് പറയാ. ആ വാക്കിൽ നിന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അറബിയിൽ ജമിയത്തുൽ ഹിക്മ. അതുകൊണ്ടാണ് പള്ളികൾക്ക് നമ്മൾ മസ്ജിദുൽ ഹിക്മ, അതുകൊണ്ടാണ് ജാമിയ അൽ ഹിന്ദിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് ഹിക്കമികൾ എന്നൊക്കെ നമ്മൾ നാമകരണം ചെയ്യുന്നത്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും സലഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മുജാഹിദ് മസ്ജിദുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാലും മസ്ജിദ് തൗഹീദ് എന്ന് പറഞ്ഞാലും മസ്ജിദു സലഫി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ മസ്ജിദുൽ ഹിക്മ എന്ന് പറഞ്ഞാലും എല്ലാം ആശയം ഒന്നു തന്നെയാണ്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പള്ളി ഒരു പ്രബോധനത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് ഇൻഷാ അല്ലാഹ്. അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു, LGBTQ എന്ന് പറയുന്ന ഒരു പുതിയ ആശയം ഇന്ന് നമ്മുടെ കുട്ടികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സഹോദരിമാർ ഒരുപാടുണ്ട്. ഇത് പറയുമ്പോൾ ഇത് നമ്മളെ നാട്ടിൽക്കൊന്നും വീട്ടിൽക്കൊന്നും എത്തിയിട്ടില്ല എന്ന് ചില ആൾക്കാർ വിചാരിക്കും. എന്നാലും എന്ന് പോയിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുട്ടിനോട് ചോദിക്കുക, മോളെ നിനക്ക് നല്ലൊരു വിവാഹം വരുന്നുണ്ട്, കല്യാണം ആലോചിച്ചാലോ എന്ന് ചോദിക്കണം. ഉമ്മായി ഡിഗ്രി കഴിയട്ടെ പറയും. ഡിഗ്രി കഴിഞ്ഞാൽ പറയും PG കഴിയട്ടെ എന്ന് പറയും. PG കഴിഞ്ഞാൽ പറയും എനിക്കൊരു ജോലി ആവട്ടെ എന്ന് പറയും. പിന്നെ ശമ്പളം കിട്ടട്ടെ എന്ന് പറയും. പിന്നെ ചില കുട്ടികൾ പറയണത് എന്താ പറയുക, ഇപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി കല്യാണം വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. ചിലർ പറയണത് എന്താ, എനിക്ക് ആണിനെ കല്യാണം കഴിക്കണ്ട, ഞാൻ പെണ്ണിനെ കല്യാണം കഴിച്ചോളാം. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. ലെസ്ബിയനിസം എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്താ? പെണ്ണിനെ കല്യാണം കഴിക്കുക. ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഒന്നിലധികം കുട്ടികൾ അങ്ങനെ കല്യാണം കഴിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ TV കണ്ടില്ലേ? അതുപോലെ വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന സാഹചര്യമല്ലേ. ഇതൊന്നും വെറുതെ വന്നതല്ല. ഇതിൻ്റെ അടിസ്ഥാനം എന്താ തത്വം? ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, കല്യാണം കഴിയുമ്പോൾ ഈ ഭർത്താവിൻ്റെ കാൽ കീഴിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അയാളെ വരച്ച വരയിൽ നിർത്തണം. അതിനെന്ത് വേണം? എനിക്ക് ജോലി വേണം, എനിക്ക് വരുമാനം വേണം, എന്തെങ്കിലും ഞാൻ അയാളെ വരച്ച വരയിൽ നിർത്താൻ പറ്റുള്ളൂ. ഇതിവിടെയുള്ള മുതലാളിത്തം ഉണ്ടാക്കിയ, ഫെമിനിസ്റ്റുകൾ ഉണ്ടാക്കിയ, ഈ LGBTQ ആക്ടിവിസ്റ്റുകൾ ഉണ്ടാക്കിയ, ലിബറലിസത്തിന്റെ വക്താക്കൾ ഉണ്ടാക്കിയ, മതനിരാസത്തിന്റെ വക്താക്കൾ ഉണ്ടാക്കിയ, യൂറോപ്യൻ സംസ്കാരത്തിന്റെ വക്താക്കൾ ഉണ്ടാക്കിയ ചിന്താഗതിയാണിത്. ആ ചിന്താഗതിയിലേക്കാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? നിങ്ങൾ വിവാഹത്തിന് സമയമായാൽ ഫൽയതസവ്വജ്, വിവാഹം കഴിക്കുന്നതാണ്. അതിന് പക്വം പ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം എന്നാണ്. അതെന്തിനാ? അഅ്ളുൽ ബസർ വഅഹ്സനുൽ ഫർജ്, നിങ്ങളുടെ കണ്ണിനെ താഴ്ത്താൻ, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാൻ. അത് സമയത്ത് വിവാഹം കഴിക്കണമെന്ന്. ആ വിവാഹം നീട്ടിക്കൊണ്ടു പോവുക, എന്നിട്ടോ ലിവിങ് ടുഗദർ ആകാം, ബോയ് ഫ്രണ്ട് ആകാം, ഗേൾ ഫ്രണ്ട് ആകാം, ബെസ്റ്റി ആകാം, ആരെ കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കാം. കല്യാണം കഴിക്കാൻ പാടില്ല. നടക്കേണ്ടതൊക്കെ നടക്കും. അതുകൊണ്ട് നവജാത ശിശുക്കൾ തട്ടിത്തടയുന്ന ഒരു നാടായി നമ്മുടെ കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എറണാകുളത്ത് ഒരു റൂമിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ പുറത്തേക്ക് ഇട്ടു ഒരു സ്ത്രീ. തൊട്ടപ്പുറത്തുള്ള കാനലിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ വീണത് നടു റോട്ടിലാണ്. നടന്നു വരുന്ന ആൾ നോക്കുമ്പോൾ, എടുത്തു നോക്കുമ്പോൾ എന്താ അറിയോ, അതിലപ്പം പ്രസവിച്ച ഒരു കുട്ടിയാണുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം? അവിഹിത ഗർഭങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ചെറുവല്ലൂരിലെ എന്നെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം, എന്തിനാ പള്ളി, എന്തിനാ പ്രബോധനം, എന്തിനാ സംഘടനകൾ, എന്തിനാ ദഅവത്ത് എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തിന്റെ അടിക്കല്ലടക്കുന്ന, അതിന്റെ അലകും പിടിയും തട്ടും തെറയും തരിപ്പണമാക്കുന്ന ഈ തെറ്റായ ആശയങ്ങളെ നമ്മുടെ കുട്ടികൾക്കിടയിൽ തുറന്നു കാണിക്കാൻ പള്ളി ആവശ്യമാണ്, മിമ്പർ ആവശ്യമാണ്, മലയാളത്തിലുള്ള ഖുതുബ ആവശ്യമാണ്, അതിന്റെ കീഴിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ പള്ളി. ഇതിനോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം ഉണ്ടാകണം, അവരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. അത് നിങ്ങൾ കേൾക്കണം, അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ പള്ളിയിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. ഇത് സുതാര്യതയുടെ പര്യായമാണ് ഈ പള്ളിയുടെ ഉള്ളിൽ പറയുന്നത് പുറത്തു പറയാൻ ഒരു പ്രശ്നമല്ല. ഗവൺമെൻറ് അനുവദിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഖുത്തുബ പുറത്തേക്ക് വിടാനൊരു പ്രശ്നമല്ല. കാരണം ഉള്ളിലൊന്നും പുറത്തൊന്നും പറയുന്ന പരിപാടി ഈ പള്ളിയിലില്ല. വളരെ സുതാര്യമാണ്. ഇതൊരു ബഹുമത സമൂഹമാണ്. എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന നാടാണ്. ഈ നാട്ടിൽ സമാധാനത്തിൻ്റെ സന്ദേശമല്ലാതെ ഈ പള്ളിയിൽ നിന്നൊരിക്കലും തന്നെ വരികയില്ല. വിമർശനം വളരെ ഗുണകാംക്ഷയോടുകൂടി മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഈ പള്ളിയോടൊപ്പം നിൽക്കണം, ഇതിന് നടത്തിപ്പിൽ സഹായിക്കണം. പള്ളി ആന വാങ്ങാൻ എളുപ്പമാണ് അല്ലേ, ആനക്ക് തിന്നാൻ കൊടുക്കാനാണ് പണി. അതേപോലെ പള്ളി ഉണ്ടാക്കാനൊക്കെ എല്ലാവരും അവിടെ കൂടും. ഇന്നെല്ലാ ബന്ധുക്കളും പിരിഞ്ഞു പോകും. ഇനി ചെറുവല്ലൂർക്കാർ മാത്രമേ ഉണ്ടാകും അവിടെ. നല്ലോണം ബഷീറാക്കി നല്ലോണം ആലോചിച്ചോളി. അപ്പോൾ ഇനി ഇത് നടത്തണ്ടേ, ഇതിന് കറണ്ട് ബില്ല് അടക്കണ്ടേ, ഇതിന് ശമ്പളം കൊടുക്കണ്ടേ, ഇതിന് ക്ലീനിങ് നടത്തണ്ടേ? അത് ഇവിടുത്തെ നാട്ടുകാർ ഇൻ്റെ വക അതിലൊരു സംഭവം ഉണ്ട്. അത് പിന്നാലെ നടന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഇതുവരെ ഉണ്ടായില്ല. അൽഹംദുലില്ലാ, നിങ്ങളാണ് അതൊക്കെ ഉണ്ടാക്കിയത്. ഇനി ഇത് നടത്തേണ്ട കാര്യങ്ങൾ ഇന്ന് മുതൽ തന്നെ ഓരോരുത്തരുടെ നിയ്യത്ത് വെക്കുക. മുമ്പ് ഒരു പള്ളിയിൽ ഞങ്ങൾ ഒരാളുടെ വിളിക്കണു, നിങ്ങളെ കറണ്ട് ബില്ല് എത്ര ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തിനാ നിങ്ങളെ അന്വേഷിക്കണു, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരി. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, എന്നാൽ ഇന്ന് മുതൽ ആ കറണ്ട് ബില്ല് ഞാനാണ് അടക്കുക. അൽഹംദുലില്ലാ, ഇപ്പോഴും ആ സഹോദരൻ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ നമുക്കൊരു തീരുമാനം എടുത്തൂടെ, ഇവിടുത്തെ ശമ്പളം ഞാൻ കൊടുത്തോളാം, ഇവിടുത്തെ ബില്ല് ഞാൻ അടച്ചോളാം. അത് മരിക്കണത് വരെ അതൊരു അസറ്റാ സുഹൃത്തുക്കളെ. അങ്ങനെ ഈ പള്ളിയുടെ ചെലവിലേക്ക് നമ്മളെ കൊണ്ട് കഴിയണമാതിരി ചേർന്ന് നിൽക്കുക. അതോടൊപ്പം തന്നെ സ്വന്തം ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് സംശയം തീരൂല അല്ലേ. ബാത്റൂം അവിടെ വേണ്ടത്, ഇത് ഇവിടെ വേണ്ടത് അല്ലേ, അതിൻ്റെ പ്ലാൻ എങ്ങനെ വേണമെന്ന അവനാനെന്നെ തീരൂല. പക്ഷെ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പാടെ കൂടിയിട്ടാണല്ലോ. അപ്പോൾ ഇത് എല്ലാവരെയും പാടെ അഭിപ്രായം കിട്ടി ഇത് ഉണ്ടാക്കി. അൽഹംദുലില്ലാ, ഇത് കൊണ്ടു നടക്കുമ്പോഴും 100 അഭിപ്രായം ഉണ്ടാവും മനുഷ്യന്മാർക്കൊക്കെ. പള്ളിയാവുമ്പോൾ അതൊക്കെ ഒരുമിച്ച് നല്ല ഐക്യത്തോടു കൂടി അതിന് നേതൃത്വം ഉണ്ടായി. ആ നേതൃത്വത്തനുസരിച്ച് നല്ല ശൂറയോടുകൂടി സന്തോഷത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. നല്ല വാർത്തകൾ മാത്രം ഈ പള്ളിയിൽ നിന്ന് കേൾക്കണം. അതിന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.